ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിന്റെയും കുടുംബത്തിന്റെയും കിളിക്കൂട്ടിലുള്ളവരുടെയും അനുഗ്രഹത്തോടുകൂടി നിധിയും സുധീഷും വീണ്ടും വിവാഹിതരാകുകയാണ്. തുടർന്ന് നിധിയും സുധീഷും കിളിക്കൂട്ടിൽ എല്ലാവരുടെയും ഒപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കാനായി തുടങ്ങുമ്പോൾ തക്കലയിൽ വെച്ച് ഒരു റിസപ്ഷൻ നടത്തണമെന്ന് പറഞ്ഞ് രാജീവ് കിളിക്കൂട്ടിലുള്ളവരെ തക്കലയിലേക്ക് ക്ഷണിക്കുകയാണ്. റിസപ്ഷൻ ഒന്നും വേണ്ടെന്ന് നിധി ആദ്യം പറയുന്നുവെങ്കിലും സുധീഷും സുഭാഷും ഭാസ്കരനും നികേഷും ഹരീഷും എല്ലാം നിധിയെ നിർബന്ധിക്കുകയാണ്. അച്ഛൻ നമ്മുടെ വിവാഹം നടത്തി തന്നതല്ലേ, അച്ഛൻ പറയുന്നത് അനുസരിക്കണം, നമ്മളും തക്കലയിലെ റിസപ്ഷന് പോകണമെന്ന് സുധീഷ് പറയുകയാണ്. തുടർന്ന് റിസപ്ഷനുള്ള ഡ്രസ്സ് എടുക്കാനായി എല്ലാവരെയും കൂട്ടിക്കൊണ്ട് രാജീവ് ഒരു വലിയ കടയിലേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, വലിയ കടയാണല്ലോ. അപ്പൊ രാജീവ് പറയണ, അതെ വലിയ കടയാ, ഈ ഏരിയയിലെ ഏറ്റവും വലിയ കടയാ, ഓണറിന്റെ ഫ്രണ്ടാ, വാ നമുക്ക് അകത്ത് പോയി ഡ്രസ്സ് നോക്കാം, വാടാന്ന് പറഞ്ഞ സുധീഷ് എല്ലാവരെയും കൂട്ടി രാജീവിന്റെയും അരുണിന്റെയും പിന്നാലെ പോകുമ്പോൾ നിധിയും അവരുടെ പിന്നാലെ പോകാനായി തുടങ്ങുകയാണ്. നിധിയുടെ കയ്യിൽ കയറി പിടിച്ച് സാന്ദ്ര പറയുന്നു, നിധി നീ ആ കുടുംബത്തിലെ ആളൊക്കെയാണ്, പക്ഷെ ഇന്ന് മാത്രം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാ, എപ്പോഴും ആ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഹേമ പറയണ, സാന്ദ്രെ ഇവിടെ എപ്പോഴും ആ കുടുംബത്തെ ചുറ്റിപ്പറ്റിയേ നടക്കൂ, അച്ഛൻ അമ്മ ചേട്ടൻ ചേട്ടത്തി ആരും ഇവളുടെ കണ്ണിൽ പെടില്ല. രാജീവ് ഉറക്കെ ചോദിക്കുന്നു, നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ അവരുടെ അരികിലേക്ക് ചെന്ന് അരുൺ പറയണ, അമ്മേ ഇവിടെ നിന്ന് എന്താ സംസാരം, അച്ഛൻ വിളിച്ചത് കേട്ടില്ലേ, വാ വാന്നും പറഞ്ഞ നിധിയെയും കൂട്ടി ഹേമ സാന്ദ്രയുടെയും അരുണിന്റെയും ഒപ്പം എല്ലാവരുടെയും അരികിലേക്ക് വരികയാണ്. രാജീവിന്റെ ഫ്രണ്ട് ആ കടയുടെ ഓണർ രാജേന്ദ്രൻ അവിടേക്ക് വരികയാണ്. ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് രാജേന്ദ്രൻ പറയുമ്പോൾ രാജീവ് പറയാണ്, ഞങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഹേമേ ഇതാ രാജേന്ദ്രൻ, ഇതെന്റെ ഭാര്യ ഹേമ, ഇതെന്റെ മകൻ അരുൺ, അവന്റെ വൈഫ് സാന്ദ്ര, ഇതെന്റെ മകൾ നിധി, അവളുടെ ഹസ്ബൻഡ് സുധീഷ്, ഇവരെല്ലാവരും സുധീഷിന്റെ ഫാമിലിയാണ്. മകൾക്കും ഭർത്താവിനും റിസപ്ഷനുള്ള ഡ്രസ് എടുക്കണം, ആദ്യം സാരി നോക്കാമെന്ന് ഹേമ പറയുമ്പോൾ സുധീഷ് വാ നിധി നമുക്ക് ആദ്യം സാരി നോക്കാം. അപ്പൊ രാജീവ് ചോദിക്കണ്ട, സുധീഷ് എങ്ങോട്ടായി പോകുന്നത്, അതൊക്കെ പെണ്ണുങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, അവര് നോക്കിയെടുത്തോളും, നമുക്ക് പോയി സുധീഷിനുള്ള ഡ്രസ് എടുക്കാം. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, ഞാൻ ചെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താലേ നിധി ഓക്കെ പറയും. എന്താ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ രാജീവ് പറയണ, ശരി അങ്ങനെ ആയിക്കോട്ടെ, നിധി ഒരു 2-3 സാരി എടുക്കട്ടെ, അതിൽ നിന്നൊരു സാരി സുധീഷ് സെലക്ട് ചെയ്താ പോരെ, ഇവർ ഒരുപാട് സമയം എടുക്കും സുധീഷേ, അതിനുള്ളിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ് എടുക്കാം, നമുക്ക് നിങ്ങൾ ചെന്നാ സാരി നോക്ക്, വാ സുധീഷേ. അങ്ങനെ രാജീവ് എല്ലാവരെയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ രാജേന്ദ്രൻ നിധിയെയും സാന്ദ്രയും ഹേമയും കൂട്ടി സാരിയുടെ സെക്ഷനിലേക്ക് പോവുകയാണ്. ഹേമ പറയുന്നു, നല്ല കോസ്റ്റ്ലി ആയ സാരി കാണിക്കണം. എന്തിനമ്മേ കോസ്റ്റ്ലി ആയ സാരി ഒക്കെ എന്ന് നിധി ചോദിക്കുമ്പോൾ ഹേമ പറയണ, ചുമ്മാ തിരിക്കും നിധി, കല്യാണ സാരി എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിരിക്കണം. അപ്പൊ നിധി പറയണ, അമ്മ കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ കോസ്റ്റ്ലി ആയ സാരി. അപ്പൊ ഹേമ പറയണ, അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് എടുക്കേണ്ട കല്യാണ സാരി എടുക്കാതിരിക്കാൻ പറ്റുമോ, മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ വരുമ്പോൾ അത് ഉടുക്കുകയും ചെയ്യാൻ നിനക്ക്. അപ്പൊ സാന്ദ്ര പറയണ, അടുത്തതിനെയും വളകാപ്പായിരിക്കും, അതിനെടുക്കാം, ഒന്ന് ചുമ്മാതിരിക്കും ഏട്ടത്തിന്ന് നിധി പുഞ്ചിരിച്ചു പറയുമ്പോൾ ഹേമ സാരി സെലക്ട് ചെയ്യുകയാണ്. നിധി ചോദിക്കുന്നു, അമ്മേ ഇതിന്റെ വില കണ്ടില്ലേ, 1,10,000 രൂപ. അപ്പൊ ഹേമ പറയണ, കല്യാണ സാരിയൊക്കെ അങ്ങനെയാ. തുടർന്ന് രാജീവ് പറയുന്നു, റിസപ്ഷനുള്ള പയ്യന്റെ ഡ്രസ്സ് കാണിക്കണം, കോട്ടല്ലേ വേണ്ടത് സുഭാഷ് ഏട്ടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, നീ ഏതല്ലേ പറഞ്ഞത്. അപ്പൊ രാജീവ് പറയണ, നിങ്ങളെല്ലാം ഒന്ന് കാണിക്ക്, സുധീഷ് ഇഷ്ടപ്പെട്ടത് സുധീഷ് എടുക്കട്ടെ. സുധീഷ് ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയാണ്. സുഭാഷ് ഏട്ടാ കൊള്ളാമോ നോക്കി സുധീഷ് ചോദിക്കുന്നുണ്ട്. അപ്പൊ സുഭാഷ് പറയുന്നു, നന്നായിട്ടുണ്ട്. കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന രാജീവും അരുണും അവരെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, സാറേ ഇത് കൊള്ളാമോ. അപ്പൊ രാജീവ് പറയണ, നന്നായിട്ടുണ്ട്. സുധീഷ് ഓരോരോ ഡ്രസ്സുകൾ എടുത്ത് നോക്കുമ്പോൾ അരുൺ പതിയെ രാജീവിനോട് പറയണ, ഇതുപോലുള്ള ഡ്രസ്സൊന്നും ഒരിക്കലും കണ്ടിട്ടുണ്ടായിരിക്കില്ല, നമ്മുടെ കൂടെ വന്നതുകൊണ്ടാ ഇതൊക്കെ ഒന്ന് കാണാനെങ്കിലും പറ്റിയത്. ഒരു ഡ്രസ്സ് എടുത്ത് ഹരീഷിനെ വെച്ച് നോക്കി സുധീഷ് പറയണ, എടാ ഹരീഷ് നിനക്കിത് നന്നായി ചേരുവടാ. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് എന്നാ ഡ്രസ്സ് എടുക്കാൻ വന്നത്. അപ്പൊ സുധീഷ് പറയണ, എടാ നിനക്കിത് നന്നായി ചേരും. സുഭാഷ് ഏട്ടാ ദേ നോക്കിയേ, അത് വാങ്ങിച്ചു നോക്കി. സുഭാഷ് പറയണ, എടാ 25,000 രൂപ. 25,000 രൂപയാന്ന് സുധീഷ് കണ്ണു തള്ളി ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ഇത് നോക്ക്, ഇതിന് 4,000 രൂപയുള്ളൂ. പുച്ഛത്തോടു കൂടി അരുൺ രാജീവിനോട് പറയുന്നു, അച്ഛാ നല്ല ഷർട്ടൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. അപ്പൊ രാജീവ് പറയാണ്, അതറിയാവുന്ന കാര്യമല്ലേ, നീ അത് വിട്ടേര്. അപ്പൊ ഹരീഷ് പറയണ, നമ്മള് സുധീഷ് ഏട്ടനല്ലേ ഡ്രസ്സ് എടുക്കാൻ വന്നത്, സുധീഷ് ഏട്ടനുള്ള ഡ്രസ്സ് നോക്ക്. ഇത് കേട്ട് രാജീവ് പറയണ, അങ്ങനെയൊന്നുമില്ല, നമ്മൾ എല്ലാവർക്കും ഉള്ള ഡ്രസ്സാണ് മേടിക്കാൻ വന്നത്, നിങ്ങക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കാം, ഇഷ്ടമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി, കാശ് കൊടുക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഇത് കേട്ട് എല്ലാവരും ഡ്രസ്സ് നോക്കുകയാണ്. രാജീവ് സുഭാഷിനോട് പറയുന്നു, സുഭാഷേ ഡ്രസ്സ് നോക്ക്, ഇങ്ങനെയധികം ഡ്രസ്സൊന്നും എടുക്കാറില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയണ, അതെ സർ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളാരും ഡ്രസ്സൊന്നും എടുക്കാറില്ല, എന്തേലും വിശേഷങ്ങൾ വരുമ്പോഴാ ഡ്രസ്സ് എടുക്കുന്നത്. സുഭാഷ് ഡ്രസ്സിന്റെ വില നോക്കുമ്പോൾ രാജീവ് ചോദിക്കണ, സുഭാഷ് എന്തിനാ വില നോക്കുന്നത്, സുഭാഷ് അല്ലല്ലോ പേ ചെയ്യുന്നത്, ഞാനല്ലേ, വിലയൊന്നും നോക്കണ്ട, ഇഷ്ടപ്പെട്ടത് എടുത്തോ. ഇത് കേട്ട് സുഭാഷിന്റെ മുഖം വാടുകയാണ്. നികേഷ് പറയുന്നു, നിങ്ങൾ ഇവിടെ നോക്ക്, ദാ അവിടെ കുറച്ച് ഡ്രസ് ഉണ്ട്, ഞാൻ അത് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നികേഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ഡ്രസ്സുകൾ നോക്കുകയാണ്. നികേഷ് ഒരു കോട്ട് എടുത്തിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ അരികിലേക്ക് വന്ന് കോട്ട് നേരെ വെച്ച് കൊടുത്ത് അരുൺ പറയണേ, ഇതുപോലുള്ള ഡ്രസ്സൊന്നും നീ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും അല്ലേ, നീ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ കോട്ടിന്റെ വില 20,000 രൂപയാ, ബ്രാൻഡഡ്. നികേഷ്
നികേഷ് ആ കോട്ട് ഊരാനായി തുടങ്ങുമ്പോൾ അരുൺ ചോദിക്കണ എന്തിനാ തോരുന്നത്? നീ ഏതെടുത്താലും ഞങ്ങൾ അത് മേടിച്ചു തരും. നിന്റെ ചേട്ടന്മാർക്കൊന്നും ഇത് വാങ്ങിച്ചു തരാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചു തരും. അതിനുവേണ്ടിയല്ലേ നിന്റെ സുധീഷ് ചേട്ടൻ ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ വളച്ചെടുത്തത്. നീ എടുക്ക്, 4-5 എടുത്തോ. ഓസിനല്ലേ കിട്ടുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയല്ലായിരുന്നോ? പോടാ പോയി എടുക്ക്. ഇത് കേട്ട് നികേഷ് കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്നു, എടാ നികേഷ്, ഈ ഡ്രസ്സ് നിനക്ക് ഒട്ടും ചേരുന്നില്ല, അത് ഊരി മാറ്റ്. ഇത് കേട്ട് അരുണിനെ ഒന്ന് നോക്കി ആ കോട്ട് ഊരി അവിടേക്ക് വെച്ച് ഹരീഷിന്റെ ഒപ്പം പോവുകയാണ് നികേഷ്. സുഭാഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഈ കോട്ടിന് ഈ ഷർട്ട് ചേരില്ലേ? അപ്പൊ സുഭാഷ് പറയുന്നു, നീ ഒന്ന് ഇട്ട് നോക്ക്. ഹരീഷ് നികേഷിന് വേണ്ടി ഷർട്ട് നോക്കുകയാണ്. കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന സുഭാഷ് അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷ് പറയുന്നു, ഹരീഷ് ഏട്ടാ, എനിക്ക് ഷർട്ടൊന്നും വേണ്ട. ഹരീഷ് ചോദിക്കുന്നു, നിനക്ക് കോട്ട് സൂട്ടും ആണോ വേണ്ടത്? വാങ്ങിച്ചു തരാം, വാ. വേണ്ടെന്ന് നികേഷ് പറയുമ്പോൾ അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എടാ ഹരീഷ്, എന്തു പറ്റി നികേഷിന്? നികേഷ് അരുൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഭാഷിനോട് പറയുകയാണ്. തുടർന്ന് ഹരീഷ് പറയണ, ഞാനെല്ലാം കേട്ടായിരുന്നു സുഭാഷ് ഏട്ടാ, ഒരെണ്ണം കൊടുക്കാൻ തോന്നി, പക്ഷേ ഏട്ടത്തിയുടെ ചേട്ടനായതുകൊണ്ടാ ഞാൻ വെറുതെ വിട്ടത്. അപ്പൊ നികേഷ് പറയണ, എനിക്ക് വല്ലാത്ത വിഷമം തോന്നി സുഭാഷ് ഏട്ടാ. കവളിൽ പിടിച്ച് സുഭാഷ് പറയുന്നു, നികേഷ്, മനസ്സിലാവുന്നുണ്ട്, അവരങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. സാരമില്ല, പക്ഷെ ഇത് ആരോടും പറയണ്ട. എത്രയും പെട്ടെന്ന് ഡ്രസ്സ് വാങ്ങി നമുക്ക് ഇവിടുന്ന് പോകാം. അതുവരെ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട. സുധീഷ് ഇതൊന്നും അറിയണ്ട. സുധീഷ് കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് അവിടേക്ക് വരികയാണ്. സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് ഉറക്കെ വിളിക്കുമ്പോൾ രാജീവ് പറയുന്നു, സുധീഷ്, ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുധീഷ് സുഭാഷ് ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എന്താ സുധീഷ്, സുഭാഷിന് ഇഷ്ടപ്പെട്ടതേ എടുക്കത്തുള്ളൂ, സുധീഷിന് ഇഷ്ടപ്പെട്ടത് വേണ്ട എടുക്കാൻ? അപ്പൊ സുധീഷ് പറയണേ, എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ തന്നെയാ. അങ്ങനെ സുധീഷ് സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് സുഭാഷിനെ അനിയന്മാരെ അന്വേഷിച്ചു പോവുകയാണ്. അരുൺ പറയണ, ഇതെന്താ അച്ഛാ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ച് ബഹളം വെക്കുന്നത്? ഇത്രയും വലിയൊരു കടയിലേക്ക് വന്ന് ഇൻഡീസെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണ് അവർ. എന്തൊരു നാണക്കേടാ. അപ്പൊ രാജീവ് പറയണ, എല്ലാം വിധി. സുഭാഷിന്റെ നികേഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുകയാണ്, സുഭാഷിനോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്, ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. ഈ കോട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണേ, എടാ നികേഷ്, കോട്ട് എങ്ങനെയുണ്ടടാ? നന്നായിട്ടുണ്ടെന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണേ, എന്താ രണ്ടുപേരും ആരോ പറഞ്ഞു തന്നതുപോലെ ഒരേപോലെ പറയുന്നു? എടാ നല്ലതല്ലെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാം. നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ, എടാ ഹരീഷ്, നീയെ കറക്റ്റ് ആയിട്ട് പറയൂ, നീ പറ, നന്നായിട്ടുണ്ടോ? അപ്പൊ ഹരീഷ് പറയണ, ഓക്കെ സുധീഷ് ഏട്ടാ. അപ്പൊ സുധീഷ് പറയണ, ഓക്കെ ആണല്ലേ, അപ്പൊ നല്ലതല്ല, ശരി ഞാൻ പോയി വേറെ നോക്കട്ടെ. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയണ, എടാ സുധീഷ് ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ ഹരീഷ് പറയണ, ഏട്ടത്തി ഇതറിഞ്ഞാൽ ഈ റിസപ്ഷൻ വേണ്ടാന്ന് പറയും. അപ്പൊ സുഭാഷ് പറയുന്നു, ശരിയടാ, ഡ്രസ്സ് എടുക്കാതെ നമ്മൾ ഇങ്ങനെ നിന്നാൽ അതിനവരെ സംശയിക്കും, ഏതെങ്കിലും ഡ്രസ്സ് പോയി എടുക്ക്. അപ്പൊ നികേഷ് പറയണ, എനിക്ക് ഡ്രസ്സ് ഒന്നും വേണ്ട സുഭാഷ് ഏട്ടാ. അപ്പൊ ഹരീഷ് പറയണ, അവരുടെ കാര്യം വിട്ടേര്, നിനക്ക് നല്ല സൂപ്പർ ഡ്രസ്സ് ഞാൻ എടുത്തു തരാം. അപ്പൊ സുഭാഷ് പറയണ, സുധീഷ് ഈ കാര്യം അറിയാൻ പാടില്ലടാ, ഇങ്ങനെ നമ്മൾ മാറി നിന്നാൽ അവർക്ക് സംശയം തോന്നും, ഏതെങ്കിലും ഒരു ഡ്രസ്സ് പോയി എടുക്ക്. തുടർന്ന് സുധീഷ് മറ്റൊരു കോട്ടെടുത്ത് സുഭാഷിനെയും നികേഷിനെയും ഹരീഷിനെയും അരികിലേക്ക് വിളിക്കുകയാണ്. സുധീഷിന്റെ അരികിൽ നിൽക്കുന്ന രാജീവ് വരണം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ ഇത് ഓക്കെയാണോ? നന്നായിട്ടുണ്ടെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണ, ഹരീഷ്, നികേഷ്, നിങ്ങൾ എന്ത് പറയുന്നു? ഇത് ഓക്കെയാണെന്ന് അവർ പറയുമ്പോൾ സുധീഷ് പറയണ, എങ്കിൽ പിന്നെ ഇതെടുക്കാം. സുഭാഷ് പറയുന്നു, നന്നായിട്ടുണ്ടടാ, ഇതെടുക്ക്. ഇത് കേട്ട് സുധീഷ് പറയണ, ശരി, അപ്പൊ എന്റെ പർച്ചേസ് കഴിഞ്ഞു, ഇനി നിങ്ങൾക്കുള്ളത് എടുക്കാം. നിങ്ങൾ 3 പേരും കോട്ട് എടുക്ക്. നമുക്ക് 4 പേർക്കും ഒരേപോലത്തെ കോട്ടിട്ട് നിന്നാലോ? നമ്മളൊന്ന് സംസാരിച്ചില്ലേ? അതൊന്നും വേണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയണ, അത് നന്നായിരിക്കൂടാ. അപ്പൊ രാജീവ് പറയുന്നു, സുധീഷ്, എല്ലാവരും ഒരേപോലത്തെ കോട്ടിട്ട് നിൽക്കുന്നത് നല്ലതാ, പക്ഷേ കല്യാണ പയ്യൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ സുധീഷ് ചോദിക്കണ, അതെങ്ങനെയാ അച്ഛാ അറിയാതെ പോകുന്നത്? സ്റ്റേജിൽ ഞാനല്ലേ നിൽക്കുന്നത്, അതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. എടാ നികേഷ്, നിനക്ക് കോട്ട് ഇഷ്ടമല്ലേ? നമുക്ക് കോട്ട് എടുക്കാം. അപ്പൊ നികേഷ് പറയണ, വേണ്ട സുധീഷ് ഏട്ടാ, എനിക്ക് കോട്ട് ശരിയാകില്ല, ഞാൻ ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്തോളാം. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, നീ അങ്ങനെയാണോ പറയുന്നത്? എങ്കിൽ വാ, നമുക്ക് നല്ലൊരു ഷർട്ട് എടുക്കാം. അങ്ങനെ നികേഷിനെയും ഹരീഷിനെയും കൂട്ടി സുധീഷ് അവിടെ വന്ന് പോകുമ്പോൾ പിന്നാലെ പോകാനായി തുടങ്ങുന്ന സുഭാഷ് താഴെ വീണ ഒരു ഷർട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പൊ അരുൺ പറയുകയാണ്, ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് നമ്മളാ, പോന്നു കണ്ടാത്തൊന്നും അവരാ എടുക്കുന്നതെന്ന്. നമ്മളോട് ആ കോട്ട് നന്നായിട്ടുണ്ടോ എന്ന് ഒരു വാക്ക് ചോദിച്ചില്ല, എന്ത് ആൾക്കാരാണോ ആവോ. സുഭാഷ് അവരുടെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. ഇത് കണ്ട് രാജീവ് പറയുകയാണ്, കേട്ടു കാണോ? ആ കേട്ടാ കേക്കട്ടെ എന്ന് പറഞ്ഞ് അരുൺ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുഭാഷും നികേഷും ഹരീഷും ഷർട്ട് നോക്കുകയാണ്. നിങ്ങൾ ഷർട്ട് നോക്കുക, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ അരികിലേക്ക് വന്ന രാജീവ് പറയുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് എടുത്തോ, വിലയൊന്നും നോക്കരുത്, എത്ര വിലയാണെങ്കിലും ഞാൻ വാങ്ങിച്ചു തരും. ഇത് കേട്ട് നികേഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയണ, എടാ നികേഷ്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഷർട്ട് തന്നെ എടുത്തോ, ഞാൻ നിനക്ക് വാങ്ങിച്ചു തരും. ഇത് കേട്ട് രാജീവ് പറയണ, സുഭാഷ്, ഞാൻ തെറ്റായിട്ടല്ല പറഞ്ഞത്. അപ്പൊ സുഭാഷ് പറയണ, സർ, ഞാനും തെറ്റായിട്ടല്ല പറഞ്ഞത്, അവൻ ഇഷ്ടമുള്ളത് അവൻ എടുക്കട്ടെ, എന്റെ അനിയനെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം, നീ എടുക്കടാ നികേഷ്, നിനക്ക് എന്ത് വേണമെങ്കിലും എടുത്തോ, ഞാൻ നിനക്ക് കാശ് തരാം. കുറച്ച് പുറത്തായി വന്ന് സുധീഷ് ഹരീഷിനും നികേഷിനും സുഭാഷിനുള്ള ഷർട്ട് നോക്കുകയാണ്. അരികിലേക്ക് വന്ന അരുൺ ഒരു കോട്ട് സുധീഷിന് വെച്ച് നോക്കിക്കൊണ്ട് പറയുന്നു, എടാ, അന്ന് നീ നിധിയെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തല്ലി ചതച്ചേനെ, നീ രക്ഷപ്പെട്ടു. അരികിലേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു, എടാ അരുണെ, നീ എന്താ സംസാരിക്കുന്നത്? അപ്പൊ അരുൺ പറയണ, അച്ഛാ, സുധീഷിന് ഈ കോട്ട് നന്നായി ചേരുമെന്ന് പറയായിരുന്നു.
പറയുന്നു. ഇത് കേട്ട് രാജീവ് പറയാണ്, പോയി ഇട്ട് നോക്ക്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ വീട്ടിലേക്ക് ഡ്രൈവറായിട്ട് വന്ന സുധീഷിന് ഇത്രയും വലിയൊരു കടയിലേക്ക് വന്ന് ഡ്രസ് എടുത്തു കൊടുക്കുമെന്ന്. നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത നിധി പെട്ടെന്ന് എങ്ങനെയാ മനസ്സ് മാറ്റി നിന്നെ കല്യാണം കഴിച്ചെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാം വിധി. സുധീഷ് എന്താ പറയുന്നത്? പോയി ട്രയല് നോക്ക്. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സുധീഷ് കൂട്ടുമായി അവിടെ നിന്ന് പോകുമ്പോൾ രാജീവ് പറയണ, അവന്റെ നോട്ടം കണ്ടില്ലേ? ചേട്ടനും അനിയന്മാരും ആണെങ്കിൽ ഏത് ഷർട്ട് എടുത്താലും റേറ്റ് നോക്കിക്കൊണ്ട് നിൽക്കും. തുടർന്ന് ഹേമ ചോദിക്കുന്നു, നിധി ഈ സ്റ്റോൺസ് ഒക്കെ ഉള്ള സാരി എങ്ങനെയുണ്ട്? അപ്പൊ നിധി പറയണ, നന്നായിട്ടുണ്ട്, പക്ഷേ ഇത്രയും കൂടിയ സാരി ഒന്നും ഞാൻ ഉടുക്കാറില്ല. ഹേമ ചോദിക്കുന്നു, എന്താടി നീ ബിസിനസ്സുകാരൻ രാജീവിന്റെ ഒരേ ഒരു മകളാണ്, ഇത്രയും നല്ലൊരു സാരിയെങ്കിലും ഉടുക്കണ്ടേ? അപ്പൊ നിധി പറയണ, ഞാൻ കഴിഞ്ഞ ആഴ്ച വരെയായിരുന്നു ബിസിനസ്സുകാരനായ രാജീവിന്റെ മകൾ, ഇപ്പം ഡ്രൈവർ സുധീഷിന്റെ ഭാര്യയാണ്. എനിക്ക് ഇങ്ങനെയുള്ള സാരി ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ നിധി ഒരു സാരി എടുത്ത് നോക്കുകയാണ്. ഹേമ പറയുന്നു, നിധി ഇത് സിമ്പിൾ സാരിയാ. അപ്പൊ നിധി പറയണ, അമ്മേ എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നിധി ഇത് വെച്ച് നോക്കുമ്പോൾ സാന്ദ്ര പറയുന്നു, നന്നായിട്ടുണ്ട്. അപ്പൊ നിധി പറയണ, ഇത് പാക്ക് ചെയ്തേര്. അപ്പൊ ഹേമ പറയണ, ശരി. ഇതുപോലത്തെ 4-5 സാരി എടുത്തു. നിധി ചോദിക്കുന്നു, എന്തിന്? റിസപ്ഷനില് സാരി ഉടുക്കുന്നില്ല, ലെഹങ്ക ഇടണമെന്ന് പറഞ്ഞത്, പിന്നെന്തിനാ ഈ സാരിയല്ല? അപ്പൊ ഹേമ പറയണ, ഇതൊക്കെ ഒരു കടമയാടി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. സാന്ദ്രെ, ഈ പാറ്റേണിലുള്ള സാരിയാണ് ഇവക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഇങ്ങനത്തെ ഒരു 4-5 സാരി കൂടി എടുക്ക്. നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കാനായി തുടങ്ങുമ്പോൾ ഹേമ ചോദിക്കണ, നീ ആരെയും വിളിക്കുന്നത്? സുധീഷിനെയാണെന്ന് നിധി പറയുമ്പോൾ ഹേമ പറയണ, അവര് ഡ്രസ് എല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് വരും, നീ അവരെ ശല്യം ചെയ്യണ്ട. ഒരു 30 മിനിറ്റ് അമ്മയുടെ ഒപ്പം ഇരിക്കാൻ വയ്യ നിനക്ക്. സാരി നോക്ക്. ഈ സമയം നിധിന്ന് വിളിച്ച് സുധീഷ് അവിടേക്ക് വരികയാണ്. സന്തോഷത്തോടു കൂടി സുധീഷെന്ന് വിളിച്ച് സാരിയുമായി അരികിലേക്ക് ചെല്ലുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു, സാരി എടുത്തോ? സാരി കാണിച്ചുകൊണ്ട് നിധി പറയണ, എങ്ങനെയുണ്ട് സുധീഷ്, നന്നായിട്ടില്ലേ? അപ്പൊ സുധീഷ് പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട്, നീ ഇതൊന്ന് വെച്ച് നോക്കിയേ. നിധി സാരി വെച്ച് നോക്കി ചിരിച്ചുകൊണ്ട് സുധീഷുമായി സംസാരിക്കുമ്പോൾ ഹേമ സാന്ദ്രയോട് പറയണ, ഇത്രയും നേരം ഇവക്ക് എവിടെയായിരുന്നു ഈ ചിരിയൊക്കെ? ഇപ്പൊ അവിടെ ചിരി കണ്ടില്ലേ? അങ്ങനെ എന്താടി ഇവന്റെ കയ്യിലുള്ളത്? അപ്പൊ സാന്ദ്ര പറയണ, അമ്മ ശബ്ദം ഉയർത്തി സംസാരിക്കാതെ കേക്കും. ഇത് കേട്ട് ഹേമ പറയണ, കേൾക്കട്ടെ, എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നമ്മൾ ഇവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെലവാക്കി ഇതൊക്കെ ചെയ്യുമ്പോൾ അവളുടെ കണ്ണിൽ ഇതൊന്നും കാണുന്നില്ലേ? സുധീഷ് ചോദിക്കുന്നു, നിധി ലെഹങ്ക നോക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിധി പറയണ, വേണ്ട സുധീഷ് വന്നിട്ട് ലെഹങ്ക നോക്കാന്ന് വിചാരിച്ചു, വാ നമുക്ക് നോക്കാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ഒരു മിനിറ്റ്, ഈ സാരി ഞാൻ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വരാം. അമ്മ എന്താന്ന് പറഞ്ഞ സാരി ഹേമയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വാ സുധീഷ് എന്ന് പറഞ്ഞ സുധീഷിനെയും കൂട്ടി നിധി അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ട് വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് ഹേമ. തുടർന്ന് സുധീഷും നിധിയും ലെഹങ്ക നോക്കുകയാണ്. അവർ സന്തോഷത്തോടു കൂടി സംസാരിച്ച് ലെഹങ്ക സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന ഹേമ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അരികിലേക്ക് വന്ന സാന്ദ്ര പുഞ്ചിരിച്ച് അവരെ ശ്രദ്ധിക്കുന്നു. തുടർന്ന് കടയുടെ ഓണറോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് രാജീവ്. സംസാരത്തിനിടയിൽ പണം തരാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് രാജീവ് പണം എടുക്കുമ്പോൾ രാജീവിന്റെ ഫ്രണ്ടായ ഓണർ പറയുന്നു, വേണ്ട ഞാൻ നിന്റെ നിന്ന് പണം മേടിക്കാനോ? ഇത് മേടിക്കുമെന്ന് പറഞ്ഞ് സുഭാഷ് പണം എടുത്തു കൊടുക്കാനായി തുടങ്ങുമ്പോൾ ഓണർ പറയുന്നു, വേണ്ട, രാജീവും ഞാനും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം മേടിക്കത്തില്ല, എന്തുണ്ടെങ്കിലും ഞാൻ രാജീവിനോട് പറഞ്ഞോളാം. ഇത് കേട്ട് സുഭാഷിന്റെ മുഖം വാടുമ്പോൾ പുച്ഛത്തോടുകൂടി സുഭാഷിനെ നോക്കുകയാണ് രാജീവ്. സ്റ്റാഫ് അവിടേക്ക് വന്ന് കോഫി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഓണർ ചോദിക്കാണ്, ഇതുവരെ കോഫി കൊടുത്തില്ലേ? രാജീവേ, കോഫി കുടിച്ചിട്ട് പോയാൽ മതി. ശരിയെന്ന് രാജീവ് പറയുമ്പോൾ നിധി പറയണ, അച്ഛ നമുക്ക് വീട്ടിലേക്ക് പോകാം. രാജീവ് പറയുന്നു, മോളെ നമുക്ക് കോഫി കുടിച്ചിട്ട് പോകാം, ഇവിടുത്തെ കോഫി നല്ലതാ. അവര് കവറെല്ലാം വണ്ടിയിൽ കൊണ്ടുവയ്ക്കാനുള്ള സമയം കൂടി കൊടുക്കണ്ടേ? സുധീഷ് പതിയെ രാജീവിനോട് പറയുകയാണ്, എന്താ അമ്മായിയച്ഛ, നമ്മൾ പോകുന്ന സമയത്ത് അവര് ഫോർമാലിറ്റിക്കായി കോഫി ചോദിച്ചതാണ്, ഉടനെ എല്ലാവരെയും ഇവിടെ പിടിച്ചു നിർത്തി നമുക്ക് കോഫി കുടിക്കാം, ഇവിടുത്തെ കോഫി നന്നായിരിക്കും എന്നൊക്കെ പറയുന്നു. കോഫി കുടിക്കാനാണോ ഇത്രയും വലിയ കടയിലോട്ട് വന്നത്? എത്ര വലിയ പണക്കാരാണെങ്കിലും മൂസിന് എന്തെങ്കിലും കിട്ടിയാൽ അത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അല്ലേ? ഇത് കേട്ട് രാജീവ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി രാജീവിനെ നോക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. സ്റ്റാഫ് കോഫിയുമായിട്ട് അവിടേക്ക് വരുമ്പോൾ സുധീഷ് പറയണ, ആദ്യം അച്ഛന് തന്നെ കൊടുക്ക്, എനിക്കിപ്പോ വേണ്ടെന്ന് രാജീവ് പറയുമ്പോൾ ഹേമ പറയണ, എന്താ രാജീവേട്ട ഇത്? ഇവിടുത്തെ കോഫി നല്ലതാണെന്ന് രാജീവേട്ടൻ തന്നെയല്ലേ പറഞ്ഞത്, എടുക്ക്. അപ്പൊ സുധീഷ് പറയണ, അതെ അച്ഛ, അമ്മ പറഞ്ഞത് കേട്ടില്ലേ, കോഫി എടുക്കൂ. കോഫി കുടിക്കെന്ന് പറഞ്ഞ് കോഫി എടുത്ത് സുധീഷ് രാജീവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എല്ലാവരും കോഫി എടുത്ത് കുടിക്കുകയാണ്. ഹരീഷ് പതിയെ നികേഷിനോട് പറയുന്നു, അയാളുടെ അഹങ്കാരത്തിന് കൊടുത്തു. ഇത് കേട്ട് നികേഷ് ചിരിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, മിണ്ടാ നിൽക്കടാ. സുധീഷ് ചോദിക്കുന്നു, അച്ഛൻ കോഫി കുടിച്ചില്ലേ? അപ്പൊ രാജീവ് പറയണ, സുധീഷ് പറഞ്ഞതുപോലെ ഒന്നുമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്, ഇവിടുന്ന് കോഫിയും കുടിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. സുധീഷ് പറയണ, തക്കലയിൽ അത്രയും വലിയ തുണിക്കട ഉണ്ടായിട്ടും ഇവിടെ വന്ന് തുണിയെടുക്കുന്നെന്ന് പറഞ്ഞാൽ അച്ഛന്റെ കട എത്ര പോരാ അല്ലേ? ഇത് കേട്ട് രാജീവിന്റെ മുഖം വാടുമ്പോൾ നികേഷ് പറയണ, ഹരീഷേട്ടാ സുധീഷേട്ടന് ആവശ്യത്തിന് കൊടുത്തു, ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത്. ഹരീഷ് പറയണ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്, കോഫി കുടിക്കും. ഹേമ പറയണ, കോഫി നന്നായിട്ടുണ്ട് രാജീവേട്ടാ, രാജീവേട്ടൻ പറഞ്ഞത് ശരിയാ. സുധീഷ് മനസ്സിൽ പറയണ, കുടുംബമായിട്ട് കോഫി കുടിക്കാൻ വന്നിരിക്കുക, ഈ കോഫി കൊള്ളില്ലല്ലോ. തുടർന്ന് രാജീവ് പറയുന്നു, ശരി ഞങ്ങൾ ഇറങ്ങട്ടെ, നീ ഫാമിലിയും കൂട്ടിക്കൊണ്ട് റിസപ്ഷൻ അങ്ങ് എത്തണം. ശരിയെന്ന് രാജീവിന്റെ ഫ്രണ്ട് പറയുമ്പോൾ വാ നമുക്ക് പോകാന്ന് പറഞ്ഞ രാജീവ് എല്ലാവരെയും കൂട്ടി അവിടെ നിന്ന് പോകുമ്പോൾ നിധിയുടെ കയ്യിൽ പിടിച്ച് സുധീഷ് പറയണ, നിധി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഈ കോഫി ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിധി പറയണ, ഒട്ടും കൊള്ളില്ലായിരുന്നു, ഞാൻ അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയണ, സൂപ്പർ നിധി, സ്വീറ്റ് വൈഫ്, വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് നിധിയും കൂട്ടി എല്ലാവരുടെയും പിന്നാലെ പോവുകയാണ് സുധീഷ്. തുടർന്ന് രാജീവ് എല്ലാവരെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് വരികയാണ്.
ഇരിക്കുകയാണ്. രാജീവ് സ്റ്റാഫുമായി സംസാരിക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ ഇവിടെങ്ങും ആരും ഇല്ലല്ലോ. അപ്പൊ രാജീവ് പറയുന്നു, ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായി ബുക്ക് ചെയ്തതാ, ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചെന്നിരിക്കെ വാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി എല്ലാവരെയും കൂട്ടി അവിടേക്ക് ഇരിക്കുകയാണ്. രാജീവും കുടുംബവും അവരുടെ ഒപ്പം അവിടേക്ക് ഇരിക്കുന്നു. തുടർന്ന് എല്ലാവരും മെനു കാർഡ് എടുത്ത് നോക്കുകയാണ്. നികേഷ് പതിയെ സുഭാഷിനോട് പറയുന്നു, സുഭാഷേട്ടാ അന്യായ വിലയാണല്ലോ, ഒരു സെറ്റ് ഇഡലിക്ക് 400 രൂപയെന്ന്. സുഭാഷ് ചോദിക്കുന്നു, 400 രൂപയ്ക്ക് എങ്ങനെയാണ് ഇഡലി വാങ്ങിക്കുന്നത്? അതെന്താ സ്വർണത്തിന്റെ മേളിൽ വെച്ചുണ്ടാക്കുന്നതാണോ? നിധി പറയുകയാണ്, ഇവിടെയൊക്കെ അങ്ങനെയാണ് സുഭാഷേട്ടാ, വിലയൊക്കെ കൂടുതലായിരിക്കും, ടേസ്റ്റും കാണില്ല. ഒരു സാധാരണ കടയിൽ നിന്നും 40 രൂപയ്ക്ക് വാങ്ങുന്ന ഇഡ്ഡലിയും സാമ്പാറിന്റെ ഒപ്പം നിൽക്കില്ല ഇവിടുത്തെ 400 രൂപയുടെ ഇഡ്ഡലിയും സാമ്പാറും. ഭക്ഷണത്തിനൊന്നും ഒരു ടേസ്റ്റും കാണില്ല. ഈ കാശെല്ലാം ഈ ആംബിയൻസിനും സർവീസിനും കൊടുക്കുന്നതാ. രാജീവ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ കുറെ നേരമായല്ലോ മെനു കാർഡ് നോക്കി സംസാരിക്കുന്നു? ഫുഡിനൊക്കെ ഒരുപാട് വിലയാണെന്ന് ചിന്തിക്കേണ്ട, കോസ്റ്റ്ലി ആയിരിക്കും, ഇഷ്ടമുള്ളത് വാങ്ങി കഴിക്കാം. അരുണും രാജീവും ഒക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്നത് കേട്ട് കണ്ണു തള്ളി ഇരിക്കുകയാണ് എല്ലാവരും. നിധി പറയണ, ഞാൻ അച്ഛനോട് ചെറിയ ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോവാന്ന് പറഞ്ഞതാ, പക്ഷെ കേക്കണ്ടേ, ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നിധിയും സുധീഷും സുഭാഷും നികേഷും ഹരീഷും എല്ലാം ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ഓർഡർ ചെയ്യുകയാണ്. ഇത് കേട്ട് അരുൺ പറയണ, നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എവിടെ പോയാലും കഴിക്കാൻ പറ്റുമല്ലോ, ഇവിടുത്തെ ഏറ്റവും നല്ലത് മെക്സിക്കൻ ഇറ്റാലിയൻ ഫുഡാണ്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ നിധി പറയണ, അതൊന്നും ശരിയായില്ല അരുണേട്ടാ, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാ ഇഷ്ടം. തുടർന്ന് രാജീവും വീട്ടുകാരും സ്പൂണും ഫോർക്കും ഒക്കെ വെച്ച് കഴിക്കുമ്പോൾ നിധി പറയുന്നു, നികേഷ് എല്ലാവർക്കും കൊടുക്ക്, നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞ് ഫ്രൈഡ് റൈസും ബിരിയാണിയും ഒക്കെ അവർ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. രാജീവ് പറയുന്നു, മോളെ നിധി ഈ സ്പൂൺ വെച്ച് കഴിക്ക്. നിധി ചോദിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ എന്തിനാച്ചാ സ്പൂണ്? കൈ പോരെ, ഞാൻ കൈ കൊണ്ട് കഴിച്ചോടാം, നിങ്ങൾ കഴിക്കുക. അരുൺ പതിയെ ഹേമയോട് പറയുന്നു, അമ്മേ ഇവിടെ ലോക്കലായി പോയല്ലോ. അപ്പൊ ഹേമ പറയണ, അതേടാ ഇവിടെ ഇങ്ങനെ മാറിപ്പോകുന്ന ഞാൻ വിചാരിച്ചില്ല, അകത്തേക്ക് വന്നതിന് ശേഷം എന്നോടൊരു വാക്ക് പോലും അവള് സംസാരിച്ചില്ല. അപ്പൊ അരുൺ ചോദിക്കുന്നു, ഇപ്പം അമ്മയോട് സംസാരിക്കാത്തതാണോ പ്രശ്നം? ഇത് കേട്ട ഹേമ പറയണ, അതേടാ എനിക്കതൊരു വലിയ പ്രശ്നം തന്നെയാ, എന്റെ പിന്നാലെ നടന്നിരുന്ന പെണ്ണ ഇപ്പൊ ഒരു വാക്ക് പോലും എന്നോട് സംസാരിക്കുന്നില്ല, കണ്ടില്ലേ ആ സുധീഷിനോടും വീട്ടുകാരോടും ചിരിച്ച് സംസാരിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുവാ. രാജീവ് ഹേമയോട് പറയുന്നു, അവള് സംസാരിച്ചില്ലെങ്കിൽ നിനക്കെന്താ, നീ അങ്ങോട്ട് സംസാരിക്ക്, നീ സംസാരിക്കുമ്പോൾ അവള് നിന്നെ അവോയ്ഡ് ചെയ്യില്ലല്ലോ. ഇത് കേട്ട് ഹേമ ചോദിക്കുന്നു, നിധി റിസപ്ഷന് സുധീഷിന്റെ സൈഡിൽ നിന്നും എത്ര പേര് വരും? നിധി പറയണ്, ഞങ്ങൾ 5 പേരുമാണ്, പിന്നെ അച്ഛനെ കൂടി ചേർത്ത് 6. ഇത് കേട്ട് ഹേമ ചോദിക്കുകയാണ്, എന്താടി പറയുന്നത്, റിസപ്ഷനും നിങ്ങൾ മാത്രമേ വരുന്നുള്ളൂ, ബന്ധുക്കളൊന്നും വരത്തില്ലേ? അപ്പൊ ഹരീഷ് പറയണ, ഞങ്ങള് നേരത്തെ ഒരു റിസപ്ഷൻ നടത്തിയായിരുന്നു, അപ്പം ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വന്നു, വീണ്ടും റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ അവരെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ, അതെ അമ്മേ, ഹരീഷ് പറഞ്ഞതുപോലെ 1 വർഷം കഴിഞ്ഞ് വീണ്ടും റിസപ്ഷൻ നടത്തുക എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹേമ പറയണ, നാട്ടുകാരെയൊക്കെ വിട്ടേര്, ബന്ധുക്കളോട് ഞങ്ങള് നിങ്ങളെ അംഗീകരിച്ചു, ഞങ്ങളൊരു റിസപ്ഷൻ നടത്താൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞല്ലേ പറ്റൂ, കല്യാണത്തിനും നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ട് നികേഷ് പറയണ, അങ്ങനെ നോക്കിയാ നിങ്ങളുടെ സൈഡിൽ നിന്നും ആരും ഇല്ലായിരുന്നു, ഇപ്പോൾ ഉള്ള ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു അല്ലേ ഏട്ടത്തി? അതേന്താ നിധി പറയുമ്പോൾ സുധീഷ് പറയണ, സൂപ്പറുടെ നികേഷ്. അപ്പൊ സുഭാഷ് പറയണ, അമ്മേ ബന്ധുക്കള് ഒരു 10 പേര് വരും, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ആ 10 പേരിൽ നിർത്തണം, നാട്ടുകാരെ ആരെയും വിളിക്കണ്ട, അവരൊക്കെ ഞങ്ങളെ കണ്ണുവെക്കും അല്ലെ നിധി? പുഞ്ചിരിച്ച് തലയാട്ടി നിധി പറയണ, അത് ശരിയാ, ഒരു തവണ റിസപ്ഷൻ നടത്തി ബിരിയാണി ഒക്കെ കൊടുത്തല്ലേ, അടുത്ത റിസപ്ഷന് ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രം വിളിച്ചാൽ മതി. എടാ നികേഷ്, നീ ചില്ലി ചിക്കൻ എടുത്ത് കഴിച്ചില്ലേ? നികേഷ് പറയണേ, എനിക്ക് മതി ഏട്ടത്തി, നീ അത് വേസ്റ്റ് ആക്കല്ലേ എന്ന് പറഞ്ഞ് നിധി നികേഷിന്റെ പ്ലേറ്റിൽ നിന്നും ചില്ലി ചിക്കൻ എടുത്ത് കഴിക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് രാജീവും ഹേമയും അരുണും. സുധീഷ് ഏട്ടാ ഇതൊന്ന് കഴിച്ചു നോക്കുന്ന പറഞ്ഞ് നികേഷ് സുധീഷിന് വാരി കൊടുക്കുകയാണ്. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്നു. ഇതെല്ലാം കണ്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് രാജീവും ഹേമയും അരുണും എല്ലാം. തുടർന്ന് സുധീഷും ഹരീഷും റിസപ്ഷൻ ക്ഷണിക്കാനായി നീതുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുകയാണ് ചന്ദ്രനും സീതയും. നീതു പറയണ, നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ, വാ ഇരിക്ക്. അമ്മേ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? ഇപ്പൊ ഇവരിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് സീത പറയുമ്പോൾ നീതു പറയണ, ഹരീഷെ ഞാൻ ജ്യൂസ് എടുക്കാം, നല്ല വെയിലല്ലായിരുന്നോ, രണ്ടുപേരും ഇനി ജ്യൂസ് കുടിച്ചിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് നീതു അവർക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. ജ്യൂസ് കുടിക്കുന്ന ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടന്റെ വെഡിങ് റിസപ്ഷന് നിങ്ങളെ വിളിക്കാൻ വേണ്ടിയാ വന്നത്. ഇത് കേട്ട് ചന്ദ്രനും സീതയും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. സുധീഷ് പറയണ, നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് നിധിയുടെ അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടു കൂടിയല്ലായിരുന്നു, 1 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് അവർ അംഗീകരിച്ചത്, അതുകൊണ്ട് നിധിയുടെ നാട് തക്കലയിൽ വെച്ച് ഒരു റിസപ്ഷൻ നടത്താമെന്നാ നിധിയുടെ അച്ഛൻ പറയുന്നത്. ചന്ദ്രൻ ചോദിക്കുന്നു, അതെന്താ നിധിയുടെ അച്ഛൻ സുധീഷിനും അച്ഛനല്ലേ? അപ്പൊ സുധീഷ് പറയണ, അതെ അച്ഛൻ ഒരുപാട് ആഗ്രഹിക്കുന്നു, അവിടെയുള്ള അവരുടെ ബന്ധുക്കൾക്കൊന്നും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യം അറിയില്ല, എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഫംഗ്ഷനാണ്, അതിന് ഇൻവൈറ്റ് ചെയ്യാനാ ഞങ്ങൾ വന്നത്. ഇത് കേട്ട് ചന്ദ്രൻ പറയണ, നല്ല കാര്യം, എത്ര നാളെ ഇങ്ങനെ പിണങ്ങിയിരിക്കുക, വഴക്കടിച്ചും പിണങ്ങിയും ആർക്കും അധികകാലം ജീവിക്കാൻ പറ്റില്ല, കുറച്ചുനാൾ കഴിയുമ്പോൾ എല്ലാം മാറും. സുധീഷ് പറയണ, ഫംഗ്ഷൻ തക്കലയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് നമ്മുടെ സൈഡിൽ നിന്നും അധികം ആൾക്കാരെ ഒന്നും വിളിച്ചിട്ടില്ല, അടുത്ത ബന്ധുക്കളെ മാത്രമാണ് വിളിക്കുന്നത്, നിങ്ങൾ എല്ലാവരും വരണം. നാളെ കഴിഞ്ഞ അടുത്ത ദിവസം വൈകുന്നേരം 6 മണിക്കാണ് റിസപ്ഷൻ, നിങ്ങൾ എല്ലാവരും വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം.
സന്തോഷമാകും. അപ്പൊ ഹരീഷ് പറയണ ഇൻവിറ്റേഷൻ കാർഡും ലൊക്കേഷനും ഒക്കെ ഞാൻ നീതുവിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം. അവിടെ ഫേമസ് ആയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. രാവിലെ നിങ്ങൾ വരികയാണെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുത് വൈകുന്നേരം റിസപ്ഷനിലും പങ്കെടുത്ത് നിങ്ങൾക്ക് മടങ്ങി വരാം. നീതു വരണേ. സന്തോഷത്തോടു കൂടി നീതു പറയണ ഉറപ്പായിട്ടും വരും. ശരിയെന്ന് പറഞ്ഞ് ഹരീഷും സുധീഷും അവിടെ നിന്ന് പോകുമ്പോൾ നീതു പറയണ അച്ഛാ ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വരാമേ. ഇത് കേട്ട് സീത പറയണ പോകരുതെന്ന് പറഞ്ഞാൽ നീ കേക്കോ? ഇല്ലല്ലോ, പോയിട്ട് വാ. ഹരീഷും സുധീഷും ബൈക്കിന്റെ അരികിലേക്ക് വരുമ്പോൾ അരികിലേക്ക് ഓടി വന്ന നീതു പറയണ ഹരീഷ് ഇത് അതിശയമായിട്ടുണ്ടല്ലോ. സുധീഷ് ഏട്ടൻ എപ്പോഴും എന്നെ എന്റെ വീട്ടുകാരെയും വഴക്ക് പറയല്ലോ. ഇപ്പം വീട്ടിലേക്ക് വന്ന് സ്നേഹത്തോടു കൂടി റിസപ്ഷന് ക്ഷണിച്ചിരിക്കുന്നു. ഇത് സുധീഷ് ഏട്ടൻ തന്നെയാണോ? അപ്പൊ സുധീഷ് പറയണ അത് വേറൊന്നും കൊണ്ടല്ല. നിധിയുടെ അച്ഛന്റെ സൈഡിൽ നിന്നും ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാകും. നമ്മുടെ സൈഡിൽ നിന്നും ഒരു 10 പേരെങ്കിലും ചെന്ന് നിൽക്കണ്ടേ? ബന്ധുക്കളൊക്കെ കുറവാണല്ലോ, അതുകൊണ്ടാ നിങ്ങളെ വിളിച്ചത്. ഇത് കേട്ട് ഹരീഷ് പറയണ സുധീഷ് ഏട്ടാ ഒന്ന് ചുമ്മാതിരിക്കുക. അങ്ങനെയൊന്നും അല്ല നീതു, സുധീഷ് ഏട്ടൻ ചുമ്മാ പറഞ്ഞതാ. നമ്മുടെ വീട്ടിലൊരു വിശേഷം നടക്കുമ്പോൾ നീ ഇല്ലാതെ എങ്ങനെയാണ് നീതു? ആ കുടുംബത്തിലെ ഒരാളല്ലേ നീയും. അതാ നിന്നെയും നിന്റെ വീട്ടുകാരെയും ക്ഷണിക്കാൻ ഞങ്ങൾ വന്നത്. അച്ഛനെ അമ്മയും ചേട്ടനെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവാ. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നീതു. പെട്ടെന്ന് നീതുവിന് തോന്നുകയാണ് കുറെ പൂക്കൾ തന്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നതായി. നീതു ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് സുധീഷും ഹരീഷും. ഹരീഷ് നീതു എന്ന് വിളിക്കുമ്പോൾ സുധീഷ് പറയണ തട്ടി വിളിക്കടാ. നീതു എന്ന് വിളിച്ച് ഹരീഷ് തോളിൽ തട്ടുകയാണ്. ഞെട്ടി നീതു ഹരീഷിനെ നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കണ എന്തു പറ്റി? എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണം. പുഞ്ചിരിച്ച് തലയാട്ടി നീതു പറയണ ഉറപ്പായിട്ടും കൂട്ടിക്കൊണ്ടുവരാം. ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സുധീഷും ഹരീഷും ബൈക്കിലേക്ക് കയറുകയാണ്. ബൈ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് അവർക്ക് ടാറ്റ കാണിക്കുകയാണ് നീതു. സുധീഷ് പറയണ ഹരീഷ് നീ നന്നായി സംസാരിക്കാൻ പഠിച്ചു. അപ്പൊ ഹരീഷ് പറയണ എല്ലാം സുധീഷ് ഏട്ടനിൽ നിന്നും പഠിച്ചതാ. നീതു ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെയും കൂട്ടി ബൈക്കിൽ അവിടെ നിന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്